ജാർഖണ്ഡിലെ സിസായി നഗരത്തിന് സമീപമുള്ള നവരത്തൻഗഡ് എന്ന പഴയ രാജനഗരത്തിലൂടെ സഞ്ചാരം തുടരുകയാണ്. കൊട്ടാരക്കെട്ടുകളും ക്ഷേത്രങ്ങളുമെല്ലാം ഉണ്ടായിരുന്ന കോട്ടനഗരമായിരുന്നു ഈ നവരത്തൻഗഡ്. ജാർഖണ്ഡിലേക്ക് വരുമ്പോൾ നാഗവംശി എന്ന രാജവംശത്തിന്റെ പുരാതന കൊട്ടാരങ്ങൾ ഇവിടെയുണ്ടെന്ന് എനിക്ക് ഏകദേശം അറിവുണ്ടായിരുന്നു. എന്നാൽ അത് ഇത്രയും ബൃഹത്താണെന്ന് കരുതിയിരുന്നില്ല. അതിവിശാലമായ ഒരു പ്രദേശത്ത് വിപുലമായ ഒരു സംസ്കാരത്തിന്റെ അവശേഷിപ്പ് പോലെ കുറേയേറെ മന്ദിരങ്ങൾ, പല പല നിർമ്മിതികളുണ്ട്. ഇതിവിടുത്തെ ജഗന്നാഥ ക്ഷേത്രമാണ്. ഇതുപോലുള്ള ക്ഷേത്രക്കെട്ടുകളും മണ്ഡപങ്ങളുമൊക്കെയാണ് ആദ്യം കാണുന്നത്. ജഗന്നാഥ ക്ഷേത്രത്തിന്റെ മുഖമണ്ഡപമൊക്കെ കല്ലുകൊണ്ട് പണിതതാണ്. മറ്റു ഭാഗങ്ങളുടെ നിർമ്മാണത്തിന് ചുടുകട്ടയും ഉപയോഗിച്ചിരിക്കുന്നു. മിക്കതും പാതി തകർന്നു പോയിരിക്കുന്നു. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യ ഇവിടെ ഉത്ഖനനവും പുനരുദ്ധാരണ പ്രവർത്തനങ്ങളുമെല്ലാം തുടർന്നു വരികയാണിപ്പോൾ. 2009 ഇത് ദേശീയ പൈതൃക സ്ഥാനമായി പ്രഖ്യാപിക്കപ്പെട്ടിരുന്നു. ഒരു കുന്നിൻ മുകളിൽ പല പല നിർമ്മിതികൾ. അതിനിടയിലൂടെയെല്ലാം ഞാൻ നടന്നു. 17-ാം നൂറ്റാണ്ടിൽ നിർമ്മിച്ച കെട്ടിടങ്ങളാണ്. ഇവയിൽ പലതും വമ്പൻ നിർമ്മിതികൾ തന്നെയായിരുന്നു. അതെല്ലാം തകർന്ന് ഈ നിലയിലായെന്നു മാത്രം. ഖോഖ്ര എന്ന പേരുള്ള ഒരു കുടുംബമാണ് ഛോട്ടാ നാഗ്പൂറിന്റെ ഭരണാധികാരികളായ നാഗവംശി രാജവംശമായി മാറിയത്. ഇവിടെ നിന്നും അകലെ ഖോഖ്രാഗഡ് എന്ന പ്രദേശമായിരുന്നു ആദ്യം നാഗവംശികളുടെ തലസ്ഥാനം. മുഗളന്മാരിൽ നിന്നുള്ള നിരന്തരമായ ഭീഷണി ചെറുക്കാൻ ദുർജൻ ഷാ എന്ന രാജാവാണ് തലസ്ഥാനം ഇവിടേക്ക് മാറ്റിയത്. ഇക്കാണുന്ന കെട്ടിടങ്ങളിൽ മിക്കതും നിർമ്മിച്ചത് ദുർജൻ ഷായുടെ ഭരണകാലത്താണ്. 1640 അദ്ദേഹം മരിച്ചത്. ഇതാണ് ഇവിടെയുള്ളതിൽ ഏതാണ്ടൊരു പൂർണ്ണതയോടെ നിൽക്കുന്ന ഏക കെട്ടിടം. മറ്റുള്ളതെല്ലാം പാതിയോ അതിലധികമോ തകർന്നതോ അകത്ത് കയറാൻ പറ്റാത്ത അവസ്ഥയിലുള്ളതോ ആണ്. ആദ്യകാല രജപുത്ര മുഗൾ ശൈലിയിലുള്ളതാണ് ഇവിടുത്തെ ഇത്തരം കെട്ടിടങ്ങളെല്ലാം. എന്നാൽ ജാർഖണ്ഡിലെ ഗോത്രപാരമ്പര്യത്തിലുള്ള നിർമ്മിതികളും നവരത്തൻഗഡിൽ കണ്ടെത്തിയിട്ടുണ്ട്. രജപുത്ര പാരമ്പര്യമുള്ള ക്ഷത്രിയരാണ് നാഗവംശികൾ എന്നാണ് പൊതുവെ കരുതപ്പെട്ടിരുന്നത്. എന്നാൽ മുണ്ട ഗോത്രത്തിലാണ് നാഗവംശികളുടെ വേരുകൾ ചെന്നെത്തി നിൽക്കുന്നതെന്ന് അടുത്ത കാലത്ത് നടന്ന ചില പഠനങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ട്. കാടിന് നടുവിൽ ഒരു തലസ്ഥാന നഗരം സ്ഥാപിച്ച് വലിയൊരു പ്രദേശമാകെ ഭരിക്കുകയായിരുന്നു അവർ. ആദിവാസികളായിരുന്നു നാഗവംശികളുടെ പ്രജകളിൽ ഭൂരിഭാഗവും. സൈനികരും ആദിവാസി യുവാക്കളായിരുന്നു. ഇവിടെ പാറക്കെട്ടുകളുടെ താഴ്വാരത്ത് വലിയൊരു കുളമുണ്ട്. 3.5 നൂറ്റാണ്ടിലേറെ പഴക്കമുള്ള കുളമാണ്. ഒരു ഭാഗത്ത് കുളത്തിലേക്ക് പടവുകളുണ്ട്. അക്കരെ ഒരു കൊട്ടാരം. അത് രാജ്ഞിയുടെ കൊട്ടാരമായിരുന്നു. വലിയൊരു അന്തഃപുര കോംപ്ലക്സ് തന്നെ അവിടെയുണ്ട്. അതിൽ നിന്ന് രാജസ്ത്രീകൾ നീരാടാനെത്തിയിരുന്നത് ഈ കുളത്തിലാണ്. രാജാവിന്റെ കൊട്ടാരം കുളത്തിനിപ്പുറമാണ്. രാത്രിയിൽ രാജാവ് തന്റെ കൊട്ടാരത്തിൽ നിന്നും അന്തഃപുരത്തിലേക്ക് പോകും. അങ്ങനെയായിരുന്നു ഉത്തരേന്ത്യയിലെ മിക്ക കൊട്ടാരങ്ങളിലെയും പതിവ്. രാജാവിന്റെ കൊട്ടാരവും ദർബാർ ഹാളുമെല്ലാം ഇവിടെയാണ്. പ്രധാന കൊട്ടാരം അങ്ങേയറ്റത്തു കാണാം. അതിനിപ്പുറം കാണുന്ന ഇത് രാജാവ് അതിഥികളെ സ്വീകരിക്കുകയും പ്രജകളെ കാണുകയും ചെയ്തിരുന്ന സ്ഥലമാണ്. കല്ലും മണ്ണും കൊണ്ട് നിർമ്മിച്ച കെട്ടിടങ്ങൾ. എപ്പോൾ വേണമെങ്കിലും തകർന്നു വീഴാമെന്ന അവസ്ഥയിലാണ് അതൊക്കെ. അതിനാൽ ഇരുമ്പ് പൈപ്പുകൾ കൊണ്ട് മുട്ടുകൊടുത്ത് നിർത്തിയിരിക്കുകയാണ്. ഒരു ഭാഗത്ത് വലിയൊരു മണ്ഡപം. രാജാവിന്റെ സിംഹാസനം അവിടെ ആയിരുന്നിരിക്കണം. പടിക്കെട്ടുകളുടെ മുകളിൽ ഒരു പ്ലാറ്റ്ഫോം. ഒരു കാലഘട്ടത്തിന്റെ ചരിത്രം പറയുന്ന ഈ കെട്ടിടങ്ങൾ പുനരുദ്ധരിക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുണ്ട്. പല പല മതിൽക്കെട്ടുകളും കവാടങ്ങളും. കുന്നിന്റെ മുകളിലാകെ വ്യാപിച്ചു കിടക്കുകയാണ് കെട്ടിടങ്ങൾ. മിക്കതിന്റെയും മേൽക്കൂര എന്നോ തകർന്നു പോയിരിക്കുന്നു. സൈനിക താവളം, ആയുധപ്പുര, കുതിരലായങ്ങൾ തുടങ്ങി രത്നങ്ങൾ സൂക്ഷിച്ചിരുന്ന ഖജനാവ് വരെ ഉണ്ടായിരുന്നു ഈ സമുച്ചയത്തിൽ. വീണ്ടും നടന്നു ചെല്ലുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരു ഭാഗമുണ്ട്. ഒരു കോട്ട തന്നെ. പല കാലങ്ങളിലായി നിർമ്മിച്ചതാണെങ്കിലും ഇവിടുത്തെ കെട്ടിടങ്ങളുടെ എല്ലാം നിർമ്മാണ രീതി ഏതാണ്ട് സമാനമാണ്. കുറച്ച് സന്ദർശകരൊക്കെയുണ്ട് ഇവിടെ. കൂടിപ്പോയാൽ 50 പേരായിരിക്കും ഒരു ദിവസം വരുന്നത്. ജാർഖണ്ഡിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ചരിത്ര സ്മാരകമാണ് ഇത്. ഇത്രയും വലുതും പുരാതനവുമായ കൊട്ടാരക്കെട്ടുകൾ ഈ സംസ്ഥാനത്ത് വേറെയില്ല. ഇതാണ് കോട്ടയിലെ ഏറ്റവും പ്രധാന നിർമ്മിതി. 5 നിലയുള്ള ഒരു കൊട്ടാരം.
ഇതിന് ഭൂമിക്കടിയിൽ ഒരു നിലയുണ്ട്. മുകളിൽ 4 നിലകളും. ഓരോ നിലകളിലും 9 മുറികൾ വീതമാണ് ഇതിലുള്ളത്. കൊട്ടാരം ഏതാണ്ട് തകർച്ചയുടെ വക്കിലാണ്. അതിനാൽ അകത്തേക്ക് ആളുകളെ പ്രവേശിപ്പിക്കുന്നില്ല. ചുടുകട്ട കൊണ്ട് പടുത്ത് മണ്ണുകൊണ്ട് പ്ലാസ്റ്റർ ചെയ്ത ഒരു വമ്പൻ നിർമ്മിതി. ബാഹ്യരൂപം ഏതാണ്ട് പൂർണ്ണതയോടെ നിൽക്കുന്നുണ്ട്. 3.5 നൂറ്റാണ്ടിന്റെ വെയിലും മഴയുമേറ്റ് അതങ്ങനെ നിൽക്കുകയാണ്. എന്നിട്ടും ഇത്രയൊക്കെയേ തകർന്നിട്ടുള്ളൂ. വലിയ പാറക്കെട്ടുകളുടെ ഒരു ചെരുവിലാണ് കോട്ട. ഈ പാറക്കെട്ടുകൾ തന്നെ രസകരമായ ഒരു കാഴ്ചയാണ്. കർണാടകത്തിലെ ഹംപിയിലൂടെ നടത്തിയ സഞ്ചാരത്തെ ഓർമ്മിപ്പിക്കുന്ന പാറക്കെട്ടുകൾ. ജാർഖണ്ഡിന്റെ ഹംപി എന്നൊരു വിശേഷണം തന്നെയുണ്ട് ഈ പ്രദേശത്തിന്. ഞാൻ നടന്ന് കുന്നിന്റെ മുകളിലേക്കെത്തി. ഡോക്ടർ അജിത്തും ഫാദർ സിജോയും ഇവിടെയുണ്ട്. താഴെ വലിയ കുളം. കുന്നു കയറി ഞാൻ കുറച്ചുകൂടി മുകളിലേക്ക് നടന്നു. തകർന്നുപോയ നിർമ്മിതികളുടെ കൽപ്പാളികൾ പലയിടത്തും ചിതറിക്കിടക്കുന്നു. തകർന്ന കോട്ടയുടെ ചരിത്രമന്വേഷിച്ചു നടക്കുന്നവരെ പോലെ ചിലരൊക്കെ ഇവിടെയുണ്ട്. മനോഹരമായ പ്രദേശമാണ്. വലിയൊരു ടൂറിസം ഡെസ്റ്റിനേഷനായി വളർത്താവുന്ന പ്രദേശം. ഈ നാട്ടിലെ ഏറ്റവും പ്രമുഖമായ ചരിത്ര ശേഷിപ്പുകളാണിത്. ഈ കുന്നിൻ മുകളിൽ നിൽക്കുമ്പോൾ വലിയൊരു പ്രദേശത്താകെ ചിതറി നിൽക്കുന്ന ചെറുതും വലുതുമായ നിർമ്മിതികൾ കാണാം. രാജ്ഞിയുടെ കൊട്ടാരമുള്ള ഭാഗത്ത് ആളനക്കമുണ്ട്. അവിടെ നവീകരണ പ്രവർത്തനം നടക്കുകയാണ്. ചുണ്ണാമ്പും മറ്റു പല ചേരുവകളും ചേർത്ത് സുർക്കി മിശ്രിതമുണ്ടാക്കി പഴയ രീതിയിൽ കെട്ടിടങ്ങൾ നവീകരിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ മേൽനോട്ടത്തിലാണ് ഇവിടെ പുനർനിർമ്മാണവും ഉത്ഖനനവും നടക്കുന്നത്. അടുത്ത 2-3 വർഷം കൊണ്ട് ഈ പുരാവസ്തു കേന്ദ്രം ഭേദപ്പെട്ട നിലയിലായേക്കാം. കുറച്ചുകൂടി വൃത്തിയും ഭംഗിയുമുള്ള ടൂറിസ്റ്റുകളെ ആകർഷിക്കുന്ന ഒരു സ്ഥലം. ഇവിടമെല്ലാം സജീവമായിരുന്ന നാളുകളെ മനക്കണ്ണിൽ കണ്ടുകൊണ്ടാണ് ഞാൻ ഇതുവഴിയൊക്കെ നടക്കുന്നത്. 60 വർഷത്തിലേറെ വളരെ സജീവമായി നിന്ന തലസ്ഥാന നഗരമാണിത്. നാഗവംശി രാജവംശത്തിലെ 4 രാജാക്കന്മാർ ഇവിടം തലസ്ഥാനമാക്കി രാജ്യം ഭരിച്ചിരുന്നു. 17-ാം നൂറ്റാണ്ടിന്റെ ആദ്യകാലത്ത് ഛോട്ടാ നാഗ്പൂർ പ്രദേശം കീഴടക്കാൻ മുഗളന്മാർ വലിയ ശ്രമങ്ങൾ നടത്തിയിരുന്നു. ഈ കോട്ട നിർമ്മിച്ച ദുർജൻ ഷായുടെ പിതാവ് ബൈരിസാൽ മുഗളന്മാരുമായി സന്ധിയുണ്ടാക്കുകയും അവർക്ക് കപ്പം നൽകി വരികയും ചെയ്തു. എന്നാൽ ദുർജൻ ഷാ അധികാരത്തിലേറിയ ഉടൻ മുഗളന്മാരുമായുള്ള എല്ലാ ബന്ധങ്ങളും അവസാനിപ്പിച്ചു. പ്രകോപിതരായ മുഗളർ ദുർജൻ ഷായെ പിടികൂടി ഗ്വാളിയറിലെ കോട്ടയിൽ തടവിലാക്കി. അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തിയിൽ മതിപ്പ് തോന്നിയ ജഹാംഗീർ ചക്രവർത്തി ദുർജൻ ഷായെ മോചിപ്പിക്കുകയായിരുന്നു. തിരികെ എത്തിയ ദുർജൻ ഷാ വീണ്ടും മുഗളന്മാരുടെ ആക്രമണമുണ്ടായാൽ ചെറുക്കാൻ കഴിയും വിധം തലസ്ഥാനം ഇവിടേക്ക് മാറ്റി. ഇനി ഇവിടെ നിന്നും മടങ്ങുകയാണ്. ഈ സമയം കൊണ്ട് പ്രമോദ് ഭക്ഷണം കഴിച്ചിരിക്കുന്നു. ഇദ്ദേഹത്തിന് കൃത്യസമയത്ത് ഭക്ഷണം കഴിക്കണം. ഞാനും ഡോക്ടർ അജിത്തും ഫാദർ സിജോയുമൊന്നും ഭക്ഷണം കഴിച്ചിട്ടില്ല. വഴിക്ക് എവിടെ നിന്നെങ്കിലും കഴിക്കാം എന്നാണ് തീരുമാനം. ഇനി ദീർഘമായൊരു യാത്രയാണ്. മല കയറി നേത്താർ ഹട്ട് എന്ന സ്ഥലത്തെത്തണം. ഗോത്രഗ്രാമങ്ങളും അവിടുത്തെ ചന്തമേതുമില്ലാത്ത വീടുകളുമൊക്കെ പിന്നിട്ടാണ് പോകുന്നത്. നേത്താർ ഹട്ട് പ്രമുഖമായൊരു സുഖവാസ കേന്ദ്രമാണ്. നമ്മൾ ഊട്ടി, കൊടൈക്കനാൽ എന്നൊക്കെ പറയും പോലെ ജാർഖണ്ഡുകാരുടെ ഒരു ഹിൽ സ്റ്റേഷൻ. വഴിയിലെവിടെയുമുണ്ട് ആടുകൾ. അവയെ മുട്ടാതെ വേണം വണ്ടി ഓടിക്കാൻ. ഛോട്ടാ നാഗ്പൂറിന്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പ്രദേശമാണ് ഞങ്ങളുടെ അടുത്ത ലക്ഷ്യസ്ഥാനമായ നേത്താർ ഹട്ട്. സമുദ്രനിരപ്പിൽ നിന്നും 1100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പ്രദേശമാണത്. ഇവിടെ വഴി വീതി കൂട്ടാനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട്. കുറെ ട്രാക്ടറുകൾ വഴിയരികിൽ മണ്ണ് കൊണ്ടുവന്നിടുന്നു. പിന്നിൽ ടിപ്പർ ഘടിപ്പിച്ച ട്രാക്ടറുകൾ. നമ്മുടെ നാട്ടിൽ ടിപ്പർ ട്രക്കുകൾ ചെയ്യുന്ന ജോലിയാണ്. വീട്ടുകാരുടെ യാത്രയ്ക്കുള്ള വാഹനം, കൃഷിയിടത്തിൽ വിവിധ ജോലികൾ ചെയ്യാനുള്ള വാഹനം, ചരക്ക് നീക്കത്തിനുള്ള വാഹനം എന്നിങ്ങനെ ഇവിടെ എന്തിനും ഉപയോഗിക്കും ട്രാക്ടറിനെ. നമ്മൾ ട്രാക്ടറിന് വേണ്ടത്ര ബഹുമാനം കൊടുക്കുന്നില്ലെന്ന് എനിക്ക് തോന്നാറുണ്ട്. ഇവർക്കൊക്കെ നിത്യജീവിതത്തിൽ പല ആവശ്യങ്ങൾക്കും ട്രാക്ടർ തന്നെ വേണം. ട്രാക്ടർ ഇല്ലെങ്കിൽ ഇവിടുത്തെ ഗ്രാമങ്ങൾ നിശ്ചലമാണെന്ന് പറയാം. കാർ ഒരു പട്ടണത്തിലേക്കെത്തി. ഇതാണ് സിസായി പട്ടണം. ചെറിയൊരു പട്ടണമാണെങ്കിലും വലിയൊരു പട്ടണത്തിലെ ട്രാഫിക് തിരക്കുണ്ട്. കുറേ നേരം ഞങ്ങൾ ട്രാഫിക് ബ്ലോക്കിൽ പെട്ടുകിടന്നു. ഇടുങ്ങിയ തെരുവുകളുള്ള പട്ടണമാണ്.
ഓട്ടോറിക്ഷകളും ബൈക്കുകളുമൊക്കെ റോഡിൽ തലങ്ങും വിലങ്ങും പാർക്ക് ചെയ്തിരിക്കുന്നു. ഉത്തരേന്ത്യയിലെ പല പട്ടണങ്ങളിലെയും അച്ചടക്കമില്ലായ്മ ഇവിടെയും കാണാം. ഞങ്ങളുടെ അരമണിക്കൂർ പോയി. വിലയേറിയ സമയമാണ്. നേത്തർ ഹട്ടിലേക്ക് ഇനി 2 മണിക്കൂർ യാത്രയുണ്ട്. ഇപ്പോൾ തന്നെ ഉച്ച കഴിഞ്ഞിരിക്കുന്നു. നേരം 2 മണി കഴിഞ്ഞു. വിശപ്പുണ്ട്. ഇടയ്ക്കെവിടെയെങ്കിലും വണ്ടി നിർത്തി ഭക്ഷണം കഴിക്കുകയും വേണം. 10,000-ത്തിലധികം ആളുകൾ വസിക്കുന്ന പ്രദേശമാണ് സിസായി. 300 വർഷം മുൻപ് നാഗവംശി രാജവംശകാലത്ത് തന്നെ ഒരു മാർക്കറ്റ് ടൗൺ ആയിരുന്നു ഇത്. മുഗളന്മാരാകട്ടെ കുക്ര എന്നാണ് ഈ പട്ടണത്തെ വിളിച്ചിരുന്നത്. ഇപ്പോൾ ജാർഖണ്ഡിലെ ഒരു അസംബ്ലി മണ്ഡലം കൂടിയാണ് സിസായി. വിയറ്റ്നാം, ഫ്രാൻസ്, ബെൽജിയം, നെതർലാൻഡ്സ്, മെക്സിക്കോ, ഗ്രീസ്. സഞ്ചാരം വോളിയം നമ്പർ 18. ഫുൾ HDയിലുള്ള ഈ അപൂർവ ദൃശ്യയാത്രാ വിവരണ ശേഖരം സ്വന്തമാക്കാൻ സഞ്ചാരം എന്ന് SMS ചെയ്യൂ. ഫോൺ 9955444222. ആട് മേയ്ക്കാൻ പോകുന്നവരെ വഴിയിലെവിടെയും കാണാം. ഇവിടെ എത്തുമ്പോൾ വഴിയുടെ ഇരുവശത്തും പ്രത്യേക ഇനത്തിൽപ്പെട്ട മരങ്ങൾ ഇടതൂർന്നു വളരുന്നത് കാണാം. ഇത് സാൽ എന്ന മരമാണ്. സക്വ എന്നും ഇന്നാട്ടുകാർ പറയും. ജാർഖണ്ഡുകാരുടെ കൽപ്പവൃക്ഷമാണ് സാൽ. ആദിവാസി ഗോത്രങ്ങൾ വീട് പണിയാനും വാഹനം പണിയാനും മറ്റു പലവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുമെല്ലാം ഇതിന്റെ തടി ഉപയോഗിക്കുന്നു. ഇപ്പോൾ ഞങ്ങൾ കൊയിൽ നദിയെ ഒന്ന് കുറുകെ കടക്കുകയാണ്. പാറക്കെട്ടുകളിലൂടെ ഒഴുകി വരുന്ന നദി. നദിയിൽ കുളിക്കാനോ വിനോദത്തിനോ ഇറങ്ങിയ കുറേ ആളുകളെയും കാണാം. ജാർഖണ്ഡിലൂടെയും ഒഡീഷയിലൂടെയും ഒഴുകുന്ന 285 കിലോമീറ്റർ നീളമുള്ള നദിയാണ് കൊയിൽ. വീണ്ടും സാൽ വൃക്ഷങ്ങളുടെ കാഴ്ചയായി. തടിയിൽ ധാരാളം ഫൈബർ ഉള്ള മരമാണ് സാൽ. പെട്ടെന്ന് വിണ്ടുകീറുകയോ പൊട്ടുകയോ ചെയ്യില്ല. വാഹനങ്ങളുടെ ബോഡിയും പ്ലാറ്റ്ഫോമും പണിയാനും ഫർണിച്ചർ നിർമ്മാണത്തിനും വീട് പണിയാനുമെല്ലാം ഇതിന്റെ തടി ഉപയോഗിക്കുന്നു. സാലിന്റെ തൊലി, വേര്, കായ എന്നിവ വിവിധ ഔഷധങ്ങളുടെ ചേരുവയാണ്. ജാർഖണ്ഡിലെ ആദിവാസി വൈദ്യത്തിൽ സാൽ മരങ്ങളുടെ വേരും പൂവും കായും തൊലിയും ഇലയുമെല്ലാം ഉപയോഗിക്കാറുണ്ട്. ഇന്നാട്ടിലെ ഗ്രാമങ്ങളിലെ ഒരു കുടിൽ വ്യവസായമായ ഇല പ്ലേറ്റ് ഉണ്ടാക്കുന്നത് സാൽ മരത്തിന്റെ ഇല കൊണ്ടാണ്. അങ്ങനെ അക്ഷരാർത്ഥത്തിൽ ഇന്നാട്ടുകാരുടെ കൽപ്പവൃക്ഷം തന്നെയാണ് സാൽ അഥവാ സക്വ. വേറെ ചില മരങ്ങളും കാണുന്നുണ്ട്. മഹ്വ, മൗവ എന്നൊക്കെ വിളിക്കുന്ന മരങ്ങളാണത്. അതിന്റെ പൂവ് ഉണക്കി വാറ്റിയാണ് ഇന്നാട്ടുകാർ മൗവ എന്ന ചാരായമുണ്ടാക്കുന്നത്. മധ്യപ്രദേശ്, ജാർഖണ്ഡ്, ഛത്തീസ്ഗഡ്, ബീഹാർ, ഒഡീഷ, പശ്ചിമ ബംഗാൾ എന്നീ സംസ്ഥാനങ്ങളിലെയെല്ലാം പ്രമുഖമായ നാടൻ മദ്യമാണ് മൗവ. ഇന്നാട്ടുകാർക്ക് വൈകുന്നേരമായി കഴിഞ്ഞാൽ അത് നിർബന്ധമാണ്. പുരുഷന്മാരും സ്ത്രീകളുമെല്ലാം കുടിക്കും. ഗോത്രഗ്രാമങ്ങളിലെ ചന്തയിൽ വൈകുന്നേരങ്ങളിലെ പ്രധാന വിൽപ്പന വസ്തു മൗവയായിരിക്കും. കാർ ഇപ്പോൾ മറ്റൊരു പട്ടണത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഖാക്ര എന്ന പട്ടണമാണിത്. നേത്താർ ഹട്ടിലേക്കുള്ള റൂട്ടിലെ ഒരു പ്രധാന പട്ടണം. ഖാക്ര ബ്ലോക്കിന്റെ ആസ്ഥാനം കൂടിയാണിവിടം. 8500 ആളുകൾ വസിക്കുന്ന ഒരു പ്രദേശം. ഖാക്രയിൽ വെച്ച് ഞങ്ങളൊരു പ്രധാന ഹൈവേയിലേക്ക് കയറി. നേത്താർ ഹട്ടിലേക്കുള്ള പ്രധാന പാതയാണിത്. ലോറികളാണ് ഇവിടെ മുഴുവൻ കാണുന്നത്. ബോക്സൈറ്റ് അയിരുമായി പോകുന്ന വണ്ടികളാണ് ഇതെല്ലാം. ഞങ്ങൾ പോകുന്ന നേത്താർ ഹട്ട് ഹിൽ സ്റ്റേഷനിൽ വലിയ തോതിൽ ബോക്സൈറ്റ് ഖനനം നടക്കുന്നുണ്ട്. അവിടെ നിന്ന് ഓരോ മിനിറ്റിലെന്നോണം ലോറികൾ നിരന്തരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നു. നേത്താർ ഹട്ടിലേക്ക് ഇനിയും 55 കിലോമീറ്റർ കൂടിയുണ്ടെന്ന് ബോർഡ്. ഇനിയുള്ള യാത്രയിൽ റോഡിൽ കൂടുതലായി കാണാൻ പോകുന്നത് ലോറികളാണ്. കുഴിച്ചെടുത്ത മണ്ണും കൊണ്ടുപോകുന്ന ലോറികൾ. ഫാക്ടറികളിലേക്കാണ് അത് കൊണ്ടുപോകുന്നത്. അവിടെ വെച്ച് പ്രോസസ് ചെയ്ത് ബോക്സൈറ്റ് വേർതിരിക്കും. വഴിനീളെ ഇതാണ് കാണുന്നത്. നിരന്തരം നീങ്ങുന്ന ലോറികൾ. ചിലയിടത്ത് അവ പാർക്ക് ചെയ്തിരിക്കുന്നു. അങ്ങകലെ കാണുന്ന ആ മലയുടെ മുകളിലേക്കാണ് ഞങ്ങൾക്ക് എത്തേണ്ടത്. കുറച്ചുകൂടി ചെല്ലുന്നതോടെ ഒരു വനപ്രദേശത്തേക്ക് എത്തുന്നു. വനത്തിലൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ഇനി മലകയറ്റം തുടങ്ങുകയാണ്. കുറച്ചു കയറുമ്പോൾ ചെറിയ പട്ടണങ്ങളിലേക്കെല്ലാം എത്തും. ഇതിനിടെ ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കാനായിട്ടില്ല. ഇനിയും കയറാനുള്ള മല പലയിടത്തു വെച്ചും അകലെ കാണുന്നുണ്ട്. ബോക്സൈറ്റിന്റെ വലിയ നിക്ഷേപമുള്ള മലയാണ്. നിരവധി ഖനികൾ അവിടെ പ്രവർത്തിക്കുന്നു. ഹിൻഡാൽകോ പോലുള്ള വലിയ കമ്പനികളാണ് ഖനനം നടത്തുന്നത്.
ആദിവാസികൾ ഇതൊന്നും അറിയാതെ ആടിനെയും പശുവിനെയും മേയിച്ചു നടക്കുന്നു. അവരുടെ മണ്ണിൽ നിന്നും ഖനിജങ്ങൾ കുഴിച്ചെടുത്ത് വമ്പൻ കമ്പനികൾ വലിയ ലാഭം നേടുകയും ചെയ്യുന്നു. ഖനിയിലെ തൊഴിലാളികൾ മാത്രമാണ് ആദിവാസികൾ. അതിന്റെ പേരിലുള്ള അസ്വസ്ഥതകളാണ് ഇവിടെ പലപ്പോഴും മറനീക്കി പുറത്തു വരുന്നത്. ഇവിടെയും കൃഷി നടക്കുന്നുണ്ട്. പ്രത്യേകതരം പനയും മുളങ്കൂട്ടങ്ങളും വളരുന്ന കാട്ടുപ്രദേശങ്ങൾ. ഇതാണ് ജാർഖണ്ഡിലെ വനമേഖലകളിലുള്ള ആദിവാസി ഗ്രാമങ്ങളുടെ കാഴ്ച. വൈക്കോൽ തുറുകൾ പ്രത്യേക രൂപത്തോടെ കാണാം. എല്ലാ ഗ്രാമത്തിലുമുണ്ട് വൈക്കോൽ തുറു. സ്കൂൾ വിട്ട് കുട്ടികൾ പോകുന്നു. ലോറികൾ നല്ല വേഗത്തിൽ കടന്നുപോകുന്നു. നമ്മൾ സൂക്ഷിച്ചുകൊള്ളണം. കോൺട്രാക്ട് ജോലി ആയതിനാൽ ഒരു ദിവസം പരമാവധി ട്രിപ്പടിക്കാൻ ലോറിക്കാർ മത്സരിക്കുകയാണ്. ഭ്രാന്തമായ ഓട്ടമാണത്. മറ്റൊരു അങ്ങാടിയിലേക്കെത്തി. ബിഷുൺപൂർ എന്ന പട്ടണമാണിത്. നിരത്തിൽ ധാരാളം ആളുകൾ. 3 മണി കഴിഞ്ഞിട്ടുണ്ട്. സ്കൂൾ വിട്ട് കുട്ടികൾ കൂട്ടമായി നടന്നു നീങ്ങുന്നു. നിരവധി ആദിവാസി ഗ്രാമങ്ങളുടെ നടുക്കുള്ള പട്ടണമാണ് ബിഷുൺപൂർ. ഈ ആൾത്തിരക്കിന്റെ കാര്യം അന്വേഷിച്ചപ്പോൾ ഇവിടെ ഇന്ന് ചന്ത ദിവസമാണെന്നറിഞ്ഞു. ബിഷുൺപൂർ ബസാർ. അവിടെ വണ്ടി നിർത്താൻ പറഞ്ഞ് ഞാൻ ഇറങ്ങി. മറ്റുള്ളവരോട് ഭക്ഷണം കിട്ടുന്ന നല്ലൊരു സ്ഥലം കണ്ടുപിടിക്കാൻ പറഞ്ഞ ശേഷം ഞാൻ ആ ചന്തയിലൂടെ ഒന്ന് നടന്നു. ഇവിടെ പച്ചക്കറിയുടെ കച്ചവടമാണ്. തോട്ടത്തിൽ നിന്ന് ഇപ്പോൾ പറിച്ചെടുത്തതെന്ന് തോന്നുന്ന നല്ല ഫ്രഷ് പച്ചക്കറി. പലതിന്റെയും നിറം തന്നെ ആകർഷകം. മിക്കവാറും കച്ചവടക്കാർ സ്ത്രീകളാണ്. ആണുങ്ങൾ മൗവയൊക്കെ അടിച്ച് എവിടെയെങ്കിലും ഇരിക്കുകയാണെന്ന് തോന്നുന്നു. ചില പലഹാരങ്ങളുടെ കച്ചവടവുമുണ്ട്. നാടൻ പലഹാരങ്ങൾ, ഇലക്ട്രോണിക് ഉപകരണങ്ങൾ വരെയുണ്ട്. ആഴ്ചച്ചന്തയാണല്ലോ. വീട്ടിലുണ്ടാക്കിയ പലഹാരങ്ങളാണ് ഇവിടെ വിൽക്കുന്നത്. ഗുൽഗുല എന്ന വിഭവമാണിത്. ത്രാസ് കയ്യിൽ പിടിച്ചു തൂക്കിയാണ് പച്ചക്കറി വിൽപ്പന. പരിപ്പ്, പയർ, അരി, മസാലപ്പൊടികൾ എന്നിങ്ങനെ എല്ലാം കിട്ടും ചന്തയിൽ. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട നാട്ടുചന്ത പോലെ തന്നെ. പുതുമയുള്ള എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കിയാണ് പോയത്. അങ്ങനെയൊന്നും കണ്ടില്ല. യൂണിഫോം അണിഞ്ഞ സ്കൂൾ കുട്ടികൾ ചന്തയിലെ ഇടുങ്ങിയ വഴിയിലൂടെ കടന്നുപോകുന്നു. ഞാൻ ചന്തയിലൂടെ കുറച്ചു ദൂരം കൂടി നടന്നു. ഇവിടെ എവിടെയെങ്കിലും ഭക്ഷണം കിട്ടുമോ എന്നുകൂടി നോക്കണം. വലിയ റെസ്റ്റോറന്റുകൾ ഇത്തരം സ്ഥലങ്ങളിൽ ഒരിടത്തും കാണില്ല. വഴിയരികിലെ തട്ടുകടകൾ പോലുള്ള സംവിധാനങ്ങളെ ഉണ്ടാകൂ. നല്ല റെസ്റ്റോറന്റുകൾ കാണണമെങ്കിൽ വലിയ പട്ടണത്തിലെത്തണം. പഴയ ട്രങ്ക് പെട്ടിയൊക്കെ കാണണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. പിന്നെ പ്ലാസ്റ്റിക് ഭരണികൾ, വില കുറഞ്ഞ ഉൽപ്പന്നങ്ങൾ. കച്ചവടക്കാർക്കിടയിലൂടെ ഞാൻ തിരികെ നടന്നു. സുഹൃത്തുക്കൾ ഒരു റെസ്റ്റോറന്റ് കണ്ടുപിടിച്ചിട്ടുണ്ടാവുമെന്ന പ്രതീക്ഷയോടെയാണ് ചെല്ലുന്നത്. തിരികെ പ്രധാന തെരുവിലേക്കെത്തി. ഇവിടെ ഒരു കടയുണ്ട്. ആളുകൾ വന്നിരുന്ന് ലഘുഭക്ഷണം കഴിക്കുന്നു. അതാണ് അവരുടെ പ്രധാന ഉച്ചഭക്ഷണം. കുറേയേറെ വിഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നു. കടക്കാരൻ എനിക്ക് ഓരോന്നും പരിചയപ്പെടുത്തി തന്നു. ഇത് ആലു ചാപ്പ് ആണ്. പിന്നെ ബ്രെഡ് പക്കവട, സമോസ, അത് കഴിഞ്ഞ് ദുസ്ക. ഞങ്ങൾ പ്രഭാത ഭക്ഷണമായി ഇന്ന് കഴിച്ചത് ദുസ്കയാണ്. ഇവിടെ അതിന്റെ ഷേപ്പ് ഒന്ന് മാറിയിരിക്കുന്നു. ബാലുസാഹി എന്ന പലഹാരമാണ് ഇത്. അതൊക്കെ പറഞ്ഞു തന്നു. രസഗുള, പക്കവട, നല്ല കളർഫുള്ളായ ജിലേബി കൊതിപ്പിക്കുന്ന മട്ടിൽ അങ്ങനെ ഇരിക്കുന്നു. കുറേയേറെ പലഹാരങ്ങൾ. എല്ലാം എണ്ണയിൽ വറുത്ത് കോരി വെച്ചതാണ്. പല തളികകളിൽ അതങ്ങനെ കൂട്ടിവെച്ചിരിക്കുന്നു. ഇത് ഗുൽഗുല. നമ്മുടെ ബോണ്ടയുടെ ഒരു ചെറിയ പതിപ്പാണെന്ന് പറയാം. അല്ലെങ്കിൽ ഉണ്ണിയപ്പം. നാട്ടുകാർ വന്ന് ഇലകൊണ്ടുള്ള പാത്രത്തിൽ സമൂസയോ ആലു ചാപ്പോ വാങ്ങിക്കും. അതിലേക്ക് ഒരു ചാറുകറിയും ഒഴിച്ചുകൊടുക്കും. ഇതാണ് ഇവിടെ എല്ലാവരും കഴിക്കുന്നത്. ഒരു സമൂസയും ഒരു ആലു ചാപ്പും, അല്ലെങ്കിൽ സമൂസയും ബ്രെഡ് പക്കവടയും. അതാണ് ആളുകൾ നിരന്നിരുന്ന് കഴിക്കുന്നത്. സാൽ മരത്തിന്റെ ഇല കൊണ്ടുണ്ടാക്കിയ പാത്രമാണ്. നമ്മുടെ സാമ്പാർ വട എന്നൊക്കെ പറയുന്നത് പോലെ ചാറുകറിയിൽ സമോസ മുക്കി മുക്കി കഴിക്കുന്നു. ഇതാണ് ഇവരുടെ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടുമുള്ള പ്രധാന ഭക്ഷണം. അല്ലാതെ ചപ്പാത്തിയും ദാൽക്കറിയും ചോറും കറികളും എന്നിങ്ങനെയൊന്നും ഇന്നാട്ടിലെ ആളുകൾ പതിവായി കഴിക്കുന്നില്ല. ചന്തയിൽ വരുന്നവരൊക്കെ ഇത് കഴിക്കുന്നുണ്ട്. ഓംകാർനാഥ് പാണ്ഡെ എന്നാണ് പേര്. ആൾ വാരണാസിക്കാരനാണ്. ഇവിടെ വന്ന് കട നടത്തുന്നു. ഞങ്ങൾ ഓരോ ചായ വാങ്ങി. നല്ല രസികൻ ചായയായിരുന്നു. മൺകപ്പിലാണ് കിട്ടിയത്.
കുറച്ച് ഗുൽഗുല ഞങ്ങൾ പാക്ക് ചെയ്ത് വാങ്ങുകയും ചെയ്തു. തൊട്ടപ്പുറം ഓംലറ്റ് ഉണ്ടാക്കുന്നുണ്ട്. കണ്ടു നിന്നാൽ കൊതി തോന്നും മട്ടിലാണ് പാചകം. അത്യാവശ്യം വൃത്തിയോടെ ഉണ്ടാക്കുന്നുണ്ട്. കഴിക്കണോ വേണ്ടയോ എന്ന് സന്ദേഹമായി. കഴിക്കാൻ നേരമില്ല. ഓംലറ്റിനെ അവിടെ വിട്ട് ഞങ്ങൾ യാത്ര തുടർന്നു. ബിഷൻപൂർ പട്ടണത്തിന്റെ പ്രധാന ഭാഗങ്ങളാണിത്. അവിടം പിന്നിട്ടു. ഇനിയും ഏറെ ദൂരം പോകാനുണ്ട്. ഒരു 35 കിലോമീറ്റർ കൂടി ഓടിയാൽ നേതാർ ഹട്ടിലെത്താം. ബിഷൻപൂർ ഒരു ഉയർന്ന സ്ഥലത്താണ്. മലയുടെ കുറച്ചു ഭാഗം കയറിയാണ് ഇവിടെ എത്തിയത്. ഇനി അടുത്ത ഘട്ടം മലകയറ്റമാണ്. നേരം ഇരുട്ടുന്നതിനു മുൻപ് ലക്ഷ്യസ്ഥാനത്തെത്തണം, നേതാർ ഹട്ടിൽ. അവിടെ കുറെ കാഴ്ചകൾ എന്നെ കാത്തിരിപ്പുണ്ട്.